ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. പൊതുവിജ്ഞാനത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തിയ പരീക്ഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രോജക്റ്റ് ലൂൺ. വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയും എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ TK രവീന്ദ്രൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ആദ്യ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച ആദ്യ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ്. റേഡിയോ ട്രാൻസ്മിഷന്റെ തത്വം ആദ്യമായി വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ്. പോരുക പോരുക നാട്ടാരെ, പോർക്കളമെത്തുക നാട്ടാരെ, ചേരുക ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ. 1945 സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചത് ആര്? SK പൊറ്റക്കാട്ട്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യം. ലോകത്തിലെ മികച്ച നോവലായ യുലിസസ് മലയാളത്തിലേക്ക് തർജിമ ചെയ്തത് N മൂസക്കുട്ടി. സൈനിക ബഹുമതിയായ കീർത്തിചക്ര ലഭിച്ച ആദ്യ പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് ഡോവൽ. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സുരേഷ് റെയ്ന. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സുരേഷ് റെയ്ന. എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി രാജ ആനന്ദ് ചന്ദ്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രം പസഫിക്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രം പസഫിക് സമുദ്രം. ഏത് നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത്? ജാൻജവതി. ഏത് നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത്? ജാൻജവതി. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്താണ് ബംഗാളി ഔദ്യോഗിക ഭാഷയായി ഉപയോഗത്തിലുള്ളത്? ത്രിപുര. ഏത് സിനിമയിലാണ് ചാർലി ചാപ്ലിൻ കഥാപാത്രം ഷൂ തിന്നുന്ന രംഗം ഉള്ളത്? ഗോൾഡ് റഷ്. ഏത് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത്? കോഴിക്കോട്. ഏത് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത്? കോഴിക്കോട്. ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്? 1997 ഓഗസ്റ്റ് 15. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയ് ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയ് ഇർവിൻ പ്രഭു. ഒന്നാം ലോകസഭയിലെ ആകെ അംഗങ്ങൾ 489. ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രിയാണ്? 180. ഒരു ഫുൾ സർക്കിള് 360 ഡിഗ്രിയാണ്. അപ്പോൾ അർദ്ധവൃത്താവുമ്പം അതിൻ്റെ പകുതി 180 ഡിഗ്രി. ഒരു അമാവാസ്യ കഴിഞ്ഞ് അടുത്ത അമാവാസ്യ ആകുവാൻ എത്ര ദിവസം വേണം? 28. ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിത ബെൻഡില ഡിക്കോത്ത 2004. ഒഴുകുന്ന ജലത്തിലുള്ള ഊർജം ഗതികോർജം. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർലൂ യുദ്ധക്കളം ഏതു രാജ്യത്ത്? ബെൽജിയം. വാട്ടർലൂ യുദ്ധക്കളം ഏതു രാജ്യത്ത്? ബെൽജിയം. വാലസേവാ സമിതി എവിടെയാണ് സ്ഥാപിച്ചത്? വൈക്കം. വാലസേവാ സമിതി എവിടെയാണ് സ്ഥാപിച്ചത്? വൈക്കം. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി രചിച്ചത് യോഗാനന്ദ പരമഹംസ.
ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കുടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കുടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലം ഹർഷണം. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. വിദ്യാഭ്യാസ വായ്പയ്ക്കും സ്കോളർഷിപ്പിനും വേണ്ടി ഭാരത സർക്കാർ ആരംഭിച്ച ഏകജാലക പോർട്ടൽ വിദ്യാലക്ഷ്മി. വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാനിൽ നിന്ന് കിഴക്ക് മാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി. ഈ അഗ്നിപർവ്വതത്തിന്റെ പേര് താമു മാസിഫ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം താമു മാസിഫ്. ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവോ. ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്ന പുസ്തകം രചിച്ചത് സ്റ്റീവോ. കർണകൂതൂഹലം രചിച്ചത് ഭാസ്കരാചാര്യ രണ്ടാമൻ. ശരീരവലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ശരീരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജലജീവി ഡോൾഫിൻ. കാർബണാരി പ്രസ്ഥാനം ഏത് രാജ്യത്തിന്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഇറ്റലി. കാർണലൈറ്റിന്റെ രാസനാമം ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മഗ്നീഷ്യം ക്ലോറൈഡ്. കാർണലൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ്? പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ പ്രധാന അയിരാണ് കാർണലൈറ്റ്. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2007. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത് 2007. കുമാരദേര ബുദ്ധക്ഷേത്രം എവിടെയാണ്? ക്യോട്ടോ. ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ് ആരുടെ കൃതിയാണ്? ഫിഡൽ കാസ്ട്രോ. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഹൈഡ്രജൻ. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഹൈഡ്രജൻ. ഷിസോഫ്രീനിയ ഏതിനം രോഗമാണ്? മാനസിക രോഗം. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കും? 340. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ 340 മീറ്റർ സഞ്ചരിക്കും. സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം തുടരാം? അനിശ്ചിതം. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയതാര്? NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യർ. CBIയുടെ ആദ്യ ഡയറക്ടർ DP കോഹ്ലി. സിസ്റ്റർ നിവേദിത ആരുടെ പ്രസിദ്ധ ശിഷ്യയാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. സിംഹഭൂമി രചിച്ചത് SK പൊറ്റക്കാട്ട്. സിംഹഭൂമി രചിച്ചത് SK പൊറ്റക്കാട്ട്. സുവർണ നഗര കവാടം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ. സ്വത്തുവിവരം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ SHFJ മനേക്ഷ. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള മലനിര ശിവാലിക്. ഹീബ്രു ഔദ്യോഗിക ഭാഷയുള്ള രാജ്യം ഇസ്രയേൽ. ചരക്ക് സേവന നികുതി കൗൺസിൽ രൂപവൽക്കരിച്ച വർഷം 2016. ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ ആസ്ഥാനം ലക്നൗ. ചൂയിംഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫലം ചിക്കു. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം
കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാൽത്തൂസ്. ജൻധൻ യോജന ആരംഭിച്ചത് എന്നാണ്? 2014 ഓഗസ്റ്റ് 28. ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? 1484. ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ 1484 മീറ്റർ ആണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. നെൽസൺ മണ്ടേല എത്ര വർഷത്തെ ജയിൽവാസത്തിനു ശേഷമാണ് 1990 മോചിതനായത്? 27. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം രചിച്ചത് വാൻ ഗോഗ്. പൊന്നിയംപുഴ എന്നറിയപ്പെടുന്ന ജലപ്രവാഹം തലശ്ശേരിപ്പുഴ. പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ചത് അരിസ്റ്റോട്ടിൽ. പൊതുധനത്തിന്റെ കാവൽനായ എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. പൊതുമാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 72. പൊതുമാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 72. റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം 2016. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യത്തെ യുദ്ധം കൊറിയൻ യുദ്ധം. വെല്ലസ്ലി പ്രഭുവിന്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദ്. മൈക്കലാഞ്ചലോ അന്ത്യവിധി എന്ന ചിത്രം എവിടെയാണ് വരച്ചിരിക്കുന്നത്? സിസ്റ്റൈൻ ചാപ്പലിന്റെ അൾത്താരയിൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്